ഇവിടെ തന്നെ ഇത്രയും ആളുകൾക്കിടയ്ക്ക് മുണ്ടെടുത്ത് വന്ന ആളുകളുടെ ഒരു ചേഞ്ച് കണ്ടോ നിങ്ങൾ? നമ്മുടെ സുഹൃത്ത് കറുത്ത കരയുള്ള മുണ്ടെടുത്ത ആള് പോയാ ആ ചേടുത്താരായിട്ട് മേക്കപ്പ് ചെയ്ത കുട്ടിയും മുണ്ട് സത്യം പറഞ്ഞ എനിക്ക് മുണ്ടെടുക്കാനാണ് ഇഷ്ടം. പക്ഷെ എൻ്റെ ജോലിക്ക് പറ്റില്ല. ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇതങ്ങ് അഴിഞ്ഞു പോയാൽ പിന്നെ ഭയങ്കര കുറവും. അപ്പൊ ഈ മുണ്ട് എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെ മലയാളിത്വത്തിന്റെ ലക്ഷണമാണ്. ഈ മുണ്ട് നമുക്ക് ഉണ്ടായിട്ട് അധികകാലം ആയിട്ടില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് വരെ മുട്ടുവരെ നമുക്ക് മുണ്ടുണ്ടായിരുന്നുള്ളൂ. പഴയ കാരണന്മാരോട് ചോദിച്ചറിയാം, മുട്ടുവരെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കാരണവന്മാർ ഇറക്കമുള്ള മുണ്ട് കൊടുക്കാൻ തുടങ്ങിയതും മുണ്ട് വളച്ചെടുക്കാൻ തുടങ്ങിയതും. 50കളിൽ ഒരു 20 വയസ്സുള്ള എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളവർ മുണ്ട് വളച്ചെടുത്തു. പക്ഷെ അവർ വളരെ താഴ്ത്തിയ മുണ്ടെടുക്കൂ. ഇപ്പോഴും നമ്മുടെ അച്ഛൻ, നിങ്ങളുടെയൊക്കെ കാരണവന്മാർ, എൻ്റെയൊക്കെ അച്ഛൻ്റെ പ്രായമുള്ളവർ നാട്ടിൽ പോയാൽ വളരെ വിനയത്തോടെ മുണ്ടെടുത്ത് നിൽക്കുന്നതാണ് 50കളിലെ കാരണവന്മാർ. 60കളിലെ ആളുകൾക്ക് തോന്നി കുറച്ചുകൂടെ കയറ്റിയെടുക്കാം. പഠിപ്പിച്ച സാറിനെയൊക്കെ വഴിയിൽ വെച്ച് കണ്ട, സാറിപ്പ എവിടെ പോണയാ, പോവാൻ പറയടാ സാറിനോട്, അങ്ങനെയായിരുന്നു. ഇത് 60കളിൽ. 70കളുടെ ആരംഭത്തിൽ എൻ്റെ ജ്യേഷ്ഠന്മാർ ഈ ഗൾഫിലും അമേരിക്കയിലും അയർലൻഡിലൊക്കെ ആദ്യം വന്ന് കാശുണ്ടാക്കിയ ആൾക്കാർ. 70കളുടെ ആരംഭത്തിൽ അവർ മുണ്ടെടുത്ത് ഞാൻ കണ്ടത് ഇങ്ങനെ എടുത്ത മുണ്ട് വലത്തെ എഡ്ജിൽ കൊണ്ട് ഒരലക്കാണ് ഇവിടെ, എന്നിട്ട് ഇതാ ഇങ്ങനെ നടക്കും. ഇത് കഴിഞ്ഞ് ഞാൻ മുണ്ടെടുത്തു. എൻ്റെ പ്രായക്കാരുണ്ടോ? 40 കഴിഞ്ഞവരാണ്, 50 ആയിട്ടില്ല കേട്ടോ. 70കളുടെ അവസാനം ഞങ്ങൾ മുണ്ടെടുത്തത് 70, 79, 80, 81. എങ്ങനെ അറിയോ? ഫുൾ ടൈം വെള്ളപ്പൊക്കത്തിൽ പെട്ട ഫീലിംഗ് ആയിരുന്നു. ഞങ്ങളിങ്ങനെ മുണ്ട് വളച്ചുത്തുള്ളൂ അന്നൊക്കെ. ഇതിനുശേഷം എൻ്റെ അനുജന്മാർ ഇപ്പൊ ഒരു 35 വയസ്സുകാർ ഇങ്ങനെ എടുത്ത മുണ്ടിനെ ഇങ്ങനെ വെച്ച് ഒരു കുത്തി ഷോൾഡർ പൊക്കി, അതെന്ത് പറയാനാണ്, വാമ്പറ, ഇങ്ങനെയായി. പക്ഷെ ഇപ്പോ നിങ്ങൾ നാട്ടിൽ ചെന്ന് നോക്കുക, നാട്ടിൽ 16നും 22നും ഇടയ്ക്ക് പ്രായമുള്ള ഇപ്പോഴത്തെ നമ്മുടെ അനുജന്മാരുടെ മുണ്ടുടുപ്പ് എങ്ങനെയാണെന്ന് അറിയാമോ? ചുരുട്ടി കൂട്ടി ചുരുട്ടി മടക്കി മടക്കി ചുരുട്ടി മടക്കിയതാ. ഇതാണ് ലൈറ്റസ്റ്റ് നാട്ടിലും. അതാ രണ്ടാ പോണത്, അത് അയർലാൻഡ് ഇത് ചേട്ടനാണ്, ചേട്ടനോടെ പാമ്പറ. ഇപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഞാനത് പറയാൻ കാരണം ഈ മുണ്ടുടുപ്പ് മാറി മാറി വന്നു. ഇനിയിപ്പോ കേരളത്തിൽ അടുത്തത് എന്താ വെച്ചാല് 5 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിൽ മുണ്ടേ ഉണ്ടാവില്ല. എല്ലാവരും 3/4 എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞ ബർമുഡ. ഒരു 5 വയസ്സുള്ളപ്പോ ഒരു 50 മുണ്ട് വാങ്ങിച്ചു വെച്ചാൽ ഒരു 50 വയസ്സ് വരെ സുഖമായിട്ട് എടുക്കാം, ഇടാം. കാരണം ഇടയ്ക്കിടയ്ക്ക് ആ വള്ളി ഒന്ന് മാറ്റണം. കാരണം എന്താ അറിയോ? അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും നാറാൻ സാധ്യതയുണ്ട്. ഇതാണ് ഞാൻ ഈ പറഞ്ഞതാണ് കേരളത്തിന്റെ ലേറ്റസ്റ്റ് ചരിത്രം. നിങ്ങളിപ്പോൾ നാട്ടിൽ വന്നൊരു ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. കേരളത്തിൽ നിന്നും കേരളീയമായ എല്ലാം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെ പലതും അകലുമ്പോഴാണ് അയർലൻഡിൽ കുറെ മലയാളികൾ കൂടിയിരുന്നു കൊണ്ട് നാടിനെ സ്നേഹിക്കുന്നു, നാടിനെ പറ്റി ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്കമാലിയെ പറ്റിയുള്ള ഒരു ഫലിതം പറഞ്ഞ് ഞാൻ നിർത്താൻ പോവാണ്. പണ്ടൊരിക്കൊരു അങ്കമാലിക്കാരൻ MLA അല്ലെങ്കിൽ അങ്കമാലി എന്ന് ജയിച്ച ഒരു മന്ത്രി അവിടുത്തെ ഒരു ആശുപത്രി വലുതാക്കിയപ്പോ ഒരു പ്രസംഗം നടത്തി. പ്രസംഗം ഇങ്ങനെയായിരുന്നു അങ്കമാലിയിൽ വെച്ച്: ഇത്രയും കാലം നമ്മുടെ ഈ കാണുന്ന ഈ ആശുപത്രി ചെറുപുഷ്പം ആശുപത്രി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ നമ്മളതൊക്കെ പണിത് വലുതാക്കിയത് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയായി ഒരുപാട് വളർന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ഈ ആശുപത്രിയുടെ ഉദ്ഘാടനം ചെയ്തു കൊള്ളുന്നു എന്ന് പറഞ്ഞ ഒരു അങ്കമാലി കഥ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇനിയും ധാരാളം പരിപാടിയുണ്ട്. പരിപാടികൾക്ക് വേദി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം മനോഹരമായൊരു ദിവസമാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല് എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നതാണ്. വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ ഇന്ന് എല്ലാവരും ഒരുപോലെ ഒന്നുപോലെ എന്ന് പുലരുന്നുവോ അന്നാണ് നമ്മൾ സുഹൃത്തുക്കളാവുന്നത്.
അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട നെടുമ്പാശ്ശേരി, എന്നെ ആകാശത്തേക്ക് കയറ്റിവിടുകയും എന്നെ താഴോട്ടിറക്കുകയും ചെയ്യുന്ന പ്രിയ നെടുമ്പാശ്ശേരിക്കാരെ, നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നിങ്ങളുടെ ഈ 2ാം പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഒരു നാടൻ പാട്ടുപാടി ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഈ അയർലാൻഡിൽ ഇനി എപ്പോഴെങ്കിലും ഒരവസരത്തിൽ നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്നുകൊണ്ട് ഒരു നാടൻ പാട്ട് പാടാം. അതിനുവേണ്ടി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ആ കളിയല്ല ചെങ്ങാതി, കളിയല്ല ചെങ്ങാതി, നുണയല്ല ചെങ്ങാതി, കുന്നത്തെ മേനോന്റെ കാള വെച്ചു. കളിയല്ല ചെങ്ങാതി, നുണയല്ല ചെങ്ങാതി, കുന്നത്തെ മേനോന്റെ കാള വെച്ചു. വൈക്കത്തൂറുവിന് ഗർഭമുണ്ടായത് വക്കാണം കൂടാൻ പറഞ്ഞതല്ല. വൈക്കത്തൂറുവിന് ഗർഭമുണ്ടായത് വക്കാണം കൂടാൻ പറഞ്ഞതല്ല. വടമയിലുള്ളൊരു നമ്പൂരി അച്ഛന്റെ കൊടുമയിൽ മൈനകൾ കൂടുവെച്ചു. വടമയിലുള്ളൊരു നമ്പൂരി അച്ഛന്റെ കൊടുമയിൽ മൈനകൾ കൂടുവെച്ചു. ഒല്ലൂരിയിലുള്ളൊരു പല്ലില്ല വേലപ്പൻ കല്ലായ കല്ലൊക്കെ തിന്നു തീർത്തു. ഒല്ലൂരിയിലുള്ളൊരു പല്ലില്ല വേലപ്പൻ കല്ലായ കല്ലൊക്കെ തിന്നു തീർത്തു. ആലത്തൂരുള്ളൊരു ആൽമരക്കൊമ്പത്ത് 100ഓളം ചക്ക പൊടിച്ചു വന്നു. ആലത്തൂരുള്ളൊരു ആൽമരക്കൊമ്പത്ത് 100ഓളം ചക്ക പൊടിച്ചു വന്നു. നങ്ങേലിത്തള്ളയുടെ മുക്കിന്റെ തുമ്പത്ത് 300 തുമ്പികൾ പാറി വന്നു. നങ്ങേലിത്തള്ളയുടെ മുക്കിന്റെ തുമ്പത്ത് 300 തുമ്പികൾ പാറി വന്നു. കളിയില്ല ചെങ്ങാതി, നുണയില്ല ചെങ്ങാതി, കുന്നത്തെ മേനോന്റെ കാളവെറ്റു, കാളവെറ്റു, കാളവെറ്റു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് തന്ന ഈ സഹകരണത്തിന്, പ്രത്യേകിച്ചും നിങ്ങൾ പറഞ്ഞ നല്ല വെതറാണ് ഇവിടെ, ഈ മനോഹരമായ കാലാവസ്ഥയിൽ അതിനേക്കാൾ മനോഹരങ്ങളായ നിങ്ങളെ കണ്ടുകൊണ്ട് ഈ പരിപാടികൾ അവസാനിപ്പിക്കാൻ തോന്നുന്നില്ലെങ്കിലും മറ്റു പരിപാടികൾ പുറകിൽ നിൽക്കുന്നതുകൊണ്ടും നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദിയുള്ളവനാണ്. എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ച നെടുമ്പാശ്ശേരി ഫാമിലീസ് ഇൻ അയർലാൻഡ് NFI ഇവിടെ പ്രസിഡന്റ് ജെയിംസ്, സെക്രട്ടറി വിനോജ്, പിന്നെ നമ്മുടെ കാശ് തരുന്ന ആള് ജിസോയ്, അതുപോലെ ഈ പരിപാടിയുടെ കോർഡിനേറ്റർ നമ്മുടെ പോളി, അതുകൂടാതെ ഇന്നലെയും ഇന്നും നാളെയും എനിക്ക് അന്നം തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജോബിനും വൈഫ് ജോബിൻ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, പിന്നെ ഈ ശബ്ദ ക്രമീകരണം ചെയ്തു തന്ന സൗണ്ട് എഞ്ചിനീയർക്ക് നന്ദി. പിന്നെ എനിക്കിനി കൂടുതൽ നന്ദി പറയാനുള്ളത് നിങ്ങളോടാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം നിത്യവും ഇത് തന്നെയാണ് പരിപാടി, എൻ്റെ ജീവിതമാണിത്. അപ്പോൾ അതുകൊണ്ട് അയർലാൻഡിൽ വന്നിട്ട് നിങ്ങളെപ്പോലെ ഇത്രയും കലാസ്വാദകരായ ആളുകൾക്ക് മുന്നിൽ ഈ പരിപാടി അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം പങ്കുവെച്ചുകൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളാണ് എന്നെ നിലനിർത്തുന്നത്. ഞാനൊരു ചെറിയ കലാകാരനാണ്. എനിക്ക് നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ബഹുമാന്യരായ എൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. അടുത്ത ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് നിങ്ങൾക്ക് ലക്കി ഡ്രോ. ഞാനെടുക്കണം അത്? എന്തോ ഫാമിലി ലക്കി ഡ്രോ ആണ്. ആ കൂപ്പൺ തന്നില്ല, അതാണ്. ഫാമിലി ലക്കി ഡ്രോ. ഒറ്റാള് ഇങ്ങനെ പറഞ്ഞ ഒരാള് കേൾക്കില്ല. ഞാനത് ലക്കി ഡ്രോ റെസിപ്റ്റ് ഇടാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ തരിക. ആ ഫാമിലി ലക്കി ഡ്രോ ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഭാഗ്യവാനെ കൂടെ, എത്ര പേരുണ്ട്? ഒരു ഭാഗ്യവാൻ ഇവിടുന്ന് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ആരാണ് ആ മഹാഭാഗ്യവാൻ? പിന്നാലെ 2 കൂടി ഉണ്ടെന്ന്. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഞാനിത് നല്ലപോലെ അപ്പൊ ഞാനൊരു ഭാഗ്യവാനെ തിരഞ്ഞെടുക്കുകയാണ്. എല്ലാവരും അകത്തുണ്ടല്ലോ അതോ പുറത്തോ? മിസ്റ്റർ സാജു ഇട്ടിയേര. നമ്മുടെ മുണ്ടെടുത്ത ആളല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞു, മുണ്ടെടുത്ത് വന്നാൽ പല ഗുണങ്ങളുണ്ട്. അതെ, പിന്നെ നമ്മുടെ ഇദ്ദേഹം ഉണ്ട്, ട്രഷറർ, കാശ് തരുന്ന ആള്. അതെ, സാജു ഇട്ടിയേര, 10th സ്ട്രീറ്റ്, പാട്രിക് അവന്യൂ. ബാക്കി എനിക്ക് വായിക്കാൻ അറിയില്ല. അപ്പൊ അദ്ദേഹത്തിനാണ് സമ്മാനം. പിന്നെ തീർച്ചയായിട്ടും ഓൾ ദി ബെസ്റ്റ്. സെക്കൻഡ്